എക്സ്പ്രഷൻ കൊള്ളാം. ബ്യൂട്ടിഫുൾ. താങ്ക് യു. ഏയ് ഏയ് എന്നതാന്നേ? ഒന്നും ഇല്ലാന്നേ. കർത്താവേ, എന്നെ വേല ചെയ്ത്. ഇത് തനിക്ക് തോന്നിയാസവും നേരം പോക്കും കാണിക്കാനുള്ള സ്ഥലമല്ല. തന്റെ അഹങ്കാരം ഡമ്പുമൊക്കെ വലിയ ഇറക്കിലെ അറക്കകത്ത് പൂട്ടി വെച്ചേച്ച് വേണം ഇങ്ങോട്ട് വരാൻ. ഇതേ പരിശുദ്ധിയുള്ള സ്ഥലമാ. ഇവിടെ കയറി വന്ന് നിഹളിക്കരുത്. ആ, ഫോട്ടോ എടുക്കുന്ന അഹങ്കാരമാണോ? ഫോട്ടോ എടുക്കുന്നതല്ല, എടുക്കുന്ന ആ രീതി. അതാ തന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. എന്നാലും എന്നെ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യണ്ടായിരുന്നു. ഒരു ഫ്രീഡം ഒക്കെ ഉണ്ടെന്നാ വിചാരിച്ചത്. ഓക്കെ, ഞാൻ പോവാ. താൻ പോടോ. ഞാൻ പോവാ. ഞാൻ പോവാ. അതെ, നിന്നെ മനസ്സില്ല. ഇയാള് പോടോ. എഴുന്നേക്ക്. ഇപ്പൊ തനിക്ക് മനസ്സിലായോ തന്റെ വീട്ടിലെ മൊസൈക്ക് തറയും കളരിത്തറയും തമ്മിലുള്ള വ്യത്യാസം? വെറുതെ വാശി പിടിച്ച് നടക്കാൻ നോക്കേണ്ട, നടക്കുകയല്ല. അവിടെ നിൽക്കാൻ. കളരിയിൽ എന്തോ റിസർച്ച് ചെയ്യാനാ തന്റെ പരിപാടി കേട്ടല്ലോ. നേരാണോ? അതെ, ദേഷ്യ സങ്കടമൊന്നും വിടണ്ട. എന്റെ മുമ്പിൽ തൂക്കുകയും വേണ്ട. പക്ഷെ ചോദിക്കുന്നതിന് ഉത്തരം പറയാമല്ലോ. പറയണം. പറഞ്ഞില്ലെങ്കിൽ എന്നാ പറ. താൻ വന്ന എന്തിനാ? റിസർച്ച് ചെയ്യാനാണോ? അതെ. എന്റെ വെച്ചേ തനിക്ക് ഭരതനാട്യം കളിച്ച നടന്നാ പോരെ? ഈ കളരിക്കകത്ത് കയറി കിടന്ന് മലായിക്കണോ? ഇപ്പൊ തൊട്ടടുത്ത് ഒന്നുകൂടെ തൊട്ടേ. എന്നതാ? ഇപ്പൊ തൊട്ടില്ലേ അവിടെ? അതെ, കാലിന്റെ വേദന മാറണോ അതോ താൻ പറയുന്നിടത്തൊക്കെ ഞാൻ തൊട്ടോണ്ടിരിക്കണോ? എന്നാ വേണ്ടേ? എന്നെങ്കിലും ചെയ്യേ. എന്നെങ്കിലും ചെയ്യേ. എന്നതാ തന്റെ വിഷയം? തന്റെ ടോപ്പിക് എന്നതാന്ന്? പോസ്റ്റ് ആൻഡ് ബോഡി മൂവ്മെന്റ്സ് ഓഫ് കളരിപ്പയറ്റ് ആന്റിക്സ്. അയാൾ എവിടെ? ആര്? ഇവിടുത്തെ പ്രിയ ശിഷ്യൻ. ആ, ശ്യാമോ? അയാള് മദ്രാസിലെ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. അയാളെ കണ്ട കളരിപ്പയറ്റാനാണെന്ന് തോന്നിയില്ല. വെരി റൊമാൻറ്റിക്. ഈ മുട്ടിനും കൂടി കുഴപ്പമാണെന്ന് തോന്നുന്നു. ഇതിനാ ഈ മുട്ടിനായോന്ന് പറയുന്നത്. റിസർച്ച് എന്ന് പറഞ്ഞ് വെറുതെ 10-12 ഫോട്ടോ എടുത്ത് നടന്നിട്ടൊന്നും കാര്യമില്ല. കളരിയിലും ഡാൻസിലും ഒക്കെ ശരീരം കൊണ്ട് നന്നായിട്ട് അധ്വാനിക്കണം, വേർക്കണം. ഈ ഭാരതി ശിവജിയും സൊണാൽ മാൻസിംഗും ഒക്കെ അവരുടെ അപ്പന്മാരുടെ മുട്ടയിലും വെടിയുണ്ടാകൊണ്ടിരുന്നത് കൊണ്ടല്ല പ്രശസ്തരായത്. അറിയാം? മമ്മി അങ്ങനെ വേറെ ആണുങ്ങളുള്ള വീട്ടിൽ നിന്ന് കെട്ടാൻ പോയി. അങ്ങനെ ഇങ്ങോട്ട് വരുമോ? നല്ല ചുട്ടടി വെച്ചരും. എന്റെ അമ്മച്ചി ജോണിയുടെ അപ്പം പിണങ്ങി അങ്ങേരുടെ വീട്ടിൽ പോയിരിക്കുക. പിന്നെ അവൻ പിണങ്ങുന്നോ? അതിനുള്ള ഉശരൊന്നും അവനില്ല. അയ്യോ, എന്റെ പൊന്നും കുരിശ് മുത്തപ്പനാണ് സത്യം. വല്ല നാട്ടിലും അഭിമാനം കളഞ്ഞ് ജീവിക്കാൻ കഴിയലെന്നും പറഞ്ഞു പോയതാ. ആരെടി അവന്റെ അഭിമാനം കളഞ്ഞേ? സഹോദര സ്നേഹമുള്ള എന്റെ ഒരു പുന്നാര സഹോദരനാ. ഇവൻ ഒറ്റ ഒരുത്തൻ കാരണം എനിക്ക് ഗതിയോട് വന്നത്. ചേച്ചി, ഞാനൊരു ഐഡിയ പറയാം. ചേച്ചി ഇനിയും വയനാട്ടിലോട്ടൊന്നും പോണ്ട, ഇവിടെ അങ്ങോട്ട് ഓടിക്കോ. അമ്മച്ചി, ദൈവം പറയുന്ന കേട്ടോ. വല്ല നാട്ടിലും ആടിനെയും കോഴിയും ഏലക്കയും കുരുമുളകും ഒക്കെ കളഞ്ഞു വെച്ച് ഞാൻ ഇങ്ങോട്ട് പോരാനോ? അപ്പൊ ജോണിയുടെ അപ്പന്റെ കാര്യോ? അതും അങ്ങ് പോയിക്കോട്ടെ. പപ്പ നിൽക്കുന്നു. ആഹാ, നിങ്ങൾ ഒന്നിച്ചു വന്നോടി ഈ തിരിമറിയലൊക്കെ. ഇറങ്ങി ചെന്ന് തന്തയെ വിളിച്ചോണ്ട് വാടാ. ഇവന്റെ ഈ ഒളിഞ്ഞോട്ടം കൊണ്ട് ഇങ്ങനെ ചില ഗുണമുണ്ട്. അയ്യോ എന്റെ കർത്താവേ, ഇത് എവിടുന്ന് വരുന്നു? ചുമ്മാ വേല ഇറക്കാതെ എന്നെ ഇവിടുന്ന് അങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് പോകാനാ രണ്ടുപേരും കൂടെ വന്നിരിക്കുന്നത്. അയ്യോ, എന്റെ പരിമലപ്പള്ളിയാണ് സത്യം. വർഗീസ് അളിയൻ വയനാട്ടിൽ കാല് കുത്താതെ ഞാൻ തിരിച്ചു വരികയെന്നും പറഞ്ഞു പോയ മനുഷ്യനാ. ഇപ്പൊ ദേ വരുന്നു. ബാബാ, ഇയാളെന്നെ അവിടെ നിന്ന് കളഞ്ഞേ. അല്ലേ, നിങ്ങളിത് എവിടുന്ന് വരുന്നു?
നീയപ്പോ സൈഡ് മാറിയോ? കണ്ടിട്ടേ ഇല്ലാത്തത് പോലെ. എന്നെ അവിടെ നിർത്തിയാ ചെല്ലിയോ ഇവിടെ ഇങ്ങോട്ട് വന്നത്? അതെ, ഞാനായിരിക്കത്തില്ല, നിങ്ങളുടെ മറ്റോളായിരിക്കും. തെമ്മാടത്തിനെ പറഞ്ഞാണല്ലോ. ഇപ്പൊ പരിസരമൊന്നും ഞാൻ നോക്കില്ല. അടിച്ച് പള്ളി തെറിപ്പിക്കും. എന്റെ കർത്താവേ, ഞാനാണല്ലോ എല്ലാവരുടെ മുമ്പിലും മോശക്കാരിയാവുന്നേ. ഈ നെഞ്ചത്തടിയും നിലവിളിയും ഒന്നും കണ്ടെന്ന് വെച്ച് എന്റെ മനസ്സലിയല. നേരും നെറിയും ഇല്ലാത്ത കാര്യത്തിന് കൂട്ട് നിന്ന് തല്ലാനും കൊല്ലാനും അല്ല ഞാൻ കളരി പഠിച്ചതും പഠിപ്പിക്കുന്നതും. അതിനെന്നെ കിട്ടിയാല. നിന്റെ വായിന്ന് നേരിട്ടാവെന്ന് കേൾക്കണമായിരുന്നു. പക്ഷേ നീ ചെവിക്കുന്നുള്ളിക്കോ. നീ വന്നില്ലെങ്കിലും വയനാട്ടിൽ ഞങ്ങൾ പയറ്റും. തച്ചോളി വർഗീസ് വന്നില്ലെങ്കിൽ പുത്തൂരാനെ കൊണ്ടുപോയി ഞങ്ങൾ അംഗം വെട്ടും. ഇത് സത്യം, സത്യം, സത്യം. തുടങ്ങാം. ഇടത്ത് ചവിട്ടി ഇടത്തേതെടുത്ത് വലത്തോട്ട് വെച്ച് വലത്ത് മാറി വീതി ചുരുക്കി അമർന്ന് ഇടത്ത് ഇടത്തോട്ട് ഇടത്ത് വലത്തോട്ട് വലത്ത് കൊണ്ട് വീതി ചുരുക്കി ചാരിക്കെട്ടി തിരിഞ്ഞു മറിഞ്ഞു തിരിഞ്ഞു കിഴക്കോട്ട് തിരിഞ്ഞു താരി. പുത്തൂരേ, സൂക്ഷിച്ചു വേണം, അതുങ്ങൾ ചത്തുപോകും. പോയി പടി പോയി. നിന്നെ വടിയെടുക്കടാ. എന്റെ ഒരു കളരി വീതി ചുരുക്കി കിടകം മറുകിടകം. ശ്യാം, ശ്യാം, ഇതാ തന്റെ ബർത്ത്ഡേ കേക്ക്. ശ്യാം, അതെ, വേലങ്ങ് മനസ്സിൽ വെച്ചേരെ. 3 അമ്മമാരും കൂടെ ചേർന്നുകൊണ്ട് അവനെ ഒളിപ്പിച്ചിരുത്തിയേച്ച് മുഖത്ത് കുറച്ചുകൂടെ വിഷമം വരുത്തും, എന്നാലും ഒരു ഒറിജിനാലിറ്റി വരും. ഇന്നലെ ശ്യാം കളരിയിലെത്തുന്നു വിചാരിച്ച് ഞാൻ എങ്ങോട്ടും തിരിഞ്ഞില്ല. അയാൾ അവിടെ ഇന്നലെ മുതൽ ഞങ്ങളും നോക്കിയിരിക്കുക. അവനെ മദ്രാസിലേക്കൊന്നും വിടണ്ടായിരുന്നു. ഹോസ്റ്റലിലേക്കൊന്ന് വിളിച്ചു നോക്കാമായിരുന്നില്ലേ? വിളിച്ചു. അവരുടെ ബാച്ചിന് സെമസ്റ്റർ എക്സാം കഴിഞ്ഞു. ഇപ്പൊ വെക്കേഷനാ. എല്ലാരും വീട്ടിൽ പോയിരിക്കുന്ന വാർഡൻ പറഞ്ഞത്. അപ്പൊ ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ കൂടെ പോയിട്ടുണ്ടാവും, അല്ലാതെ എവിടെ പോവാനാ? അവന്റെ പഠിത്തം നിർത്തി പിടിച്ചൊരു പെണ്ണ് കെട്ടിക്കുക വേണ്ടത്. എന്നാലേ ഒരു ഉത്തരവാദിത്തം ഉണ്ടാവുള്ളൂ. അയാളുടെ കാര്യത്തിൽ നിങ്ങൾ ആരും പേടിക്കണ്ട. നല്ല ഇരുത്തം വന്ന മനസ്സാ, അത് കളരിന്ന് കിട്ടിയതാ. അയാളുടെ ചൂടൊന്നും പഴിക്കില്ല. എന്നാലും മനുഷ്യന്റെ കാര്യല്ലേ. അവനെ കാണാത്തപ്പോ ഒരു വിഷമം. പെറ്റ എന്നേക്കാൾ വിഷമമാ സുഭദ്രയടുത്തേക്കും ലക്ഷ്മിക്കൂ. ഞങ്ങളുടെ അച്ഛനും എല്ലാം അന്വേഷിച്ചു തരേണ്ട ഭർത്താക്കന്മാരും നേരത്തെ അങ്ങ് പോയില്ലേ. പിന്നെ ഒക്കെക്കും കൂടിയുള്ള ഒരു ആൺതരിയ. എനിക്കും ലക്ഷ്മിക്കും കൂടി വേണ്ടിയാ അവൻ രമയുടെ വയറ്റിൽ പിറന്നത്. നിങ്ങളുടെ ഈ മട്ട് കണ്ട അയാളുടെ ചുവടൊന്നും പിഴക്കില്ല എന്ന് നേരത്തെ പറഞ്ഞത് മാറ്റി പറയേണ്ടി വരുമെന്നാ തോന്നുന്നു. കണ്ടില്ലേ, ഒരു പിറന്നാളിന് വരാത്തപ്പോ തന്നെ ഏതാണ്ട് വലിയ ആപത്ത് വളഞ്ഞ മട്ട എല്ലാവർക്കും. സെമസ്റ്റർ എക്സാം കഴിഞ്ഞിട്ട് അവർക്ക് വെക്കേഷനാ. ശ്യാം വീട്ടിൽ പോയിരിക്കുക. വീട്ടിൽ ഇതുവരെ എത്തിയിട്ടില്ല. എന്നാ ഇവിടുന്ന് പോയത്? പോയിട്ട് 3-4 ദിവസമായല്ലോ. വന്നാ വീട്ടിലോട്ട് വിളിക്കാൻ പറയണേ. ശരി. ഓക്കെ. ആ, ഹായ്. ഹലോ. ഹൗ ആർ യു? ഫൈൻ. രാജൻ,
അല്ല ഇതാര് വർഗീസോ? എപ്പോഴെത്തി? ശ്യാമ എവിടെ? എന്താ വർഗീസേ ഇത്? ശ്യാമിന് ഹോസ്റ്റലിലല്ലേ തിരക്കേണ്ടത്? എവിടാ തിരക്കേണ്ടതെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാനാര്? അവന്റെ ലോക്കൽ ഗാർഡിയനോ? ഗാർഡിയനാകാനുള്ള എന്ത് യോഗ്യത തനിക്കുള്ളത്? കളരിപ്പയറ്റ് വിറ്റ് കാശാക്കുകയും കൂലിക്ക് തല്ലാൻ നടക്കുകയും ചെയ്യുന്നതാണോ യോഗ്യത? വേണ്ട വർഗീസേ, ഞാൻ നിന്നെ വിട്ടുകളഞ്ഞിരിക്കുക. നീ എന്നെ അംഗത്തിന് ക്ഷണിക്കരുത്. ക്ഷണിക്കാൻ നീ അവസരം ഉണ്ടാക്കരുത്. പഴയ കണക്കുകളുണ്ട്, അറിയാമല്ലോ. നീ എന്റെ അപ്പനോടും കുടുംബത്തോടും ഒക്കെ കാണിച്ചത്. അതൊക്കെ നമുക്ക് കൂട്ടി നോക്കേണ്ടി വരും. വേണ്ട പണിക്കരെ, എന്നെ വലിച്ചഴക്കരുത്. എനിക്ക് താല്പര്യമില്ല. ഞാൻ എന്ത് ചെയ്തെന്നാ? കളരി നശിപ്പിച്ചതുപോലെ നീ അവനെ നശിപ്പിക്കരുത്. അവൻ ചെറുപ്പമാ, നിന്നെ പോലെ അവൻ ആകരുത്. അതുകൊണ്ടാ. നമസ്കാരം. നമസ്കാരം. ആ മാത്തുകൂട്ടിയത് എപ്പോ എത്തി? അവൻ വെളുപ്പിനെ ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ. എവരെന്നെ ഒരു സുമാറിലായിരിക്കുന്നേ. ഓ ഇരുന്നാട്ടെ. എന്നാ പറയാനാ എന്റെ അവറാച്ച മുതലാളി? കഷ്ടവാ. സംബന്ധക്കാര് തമ്മിലും വീട്ടുകാര് തമ്മിലും ഒരു സ്വരച്ചേർച്ചയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുപോയെങ്കിൽ അങ്കവും കുറിക്കും വാളും എടുക്കും. ആ സന്മനസ്സുള്ളിടത്തല്ലേ സമാധാനം കിട്ടൂ. കിട്ടി. ഏ ഇപ്പോഴാ ഒരു സമാധാനം കിട്ടിയ. വെടികൊണ്ട കൊണ്ട് സമാധാനം കിട്ടുന്നവരും ഉണ്ടല്ലോ എന്റെ കർത്താവേ. ആ ഇനി ഇവരെ വിളിപ്പിച്ച എന്നാത്തിനാന്ന് മുതലാളി തന്നെ അങ്ങോട്ട് പറഞ്ഞാട്ടെ. ആനിക്കുട്ടിയുടെയും വർഗീസിന്റെയും കാര്യത്തിൽ നമ്മൾ തന്നെ ഒരു തീരുമാനം എടുക്കണം. എന്റെ കാര്യം ഞാനങ്ങ് പറയാലോ. അബ്കാരി ബിസിനസ്സില് എനിക്ക് ആത്മാർത്ഥത്തോടെ കൂടെ നിൽക്കുന്ന ഒരാളുണ്ടായാലേ പറ്റൂ, പ്രത്യേകിച്ച് മദ്രാസില്. അതിനിപ്പം രാജൻ പണിക്കറവിടെയില്ലേ? അവനെ കൊണ്ട് എന്റെ പെണ്ണിനെ കെട്ടിക്കാൻ പറ്റുമോ? എടോ, അതാ ഞാൻ ആത്മാർത്ഥയുടെ കാര്യം പറഞ്ഞത്. അത് കാശ് കൊടുത്താൽ കിട്ടുന്നതല്ല, ബന്ധുബലം കൊണ്ട് കിട്ടുന്നതാ. മനസ്സിലായോ? അതുകൊണ്ടാണ് ആനയുടെ കെട്ടിയോ വർഗീസ് തന്നെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനിപ്പോ തച്ചോളി വർഗീസിന് നേരെ ചൊവ്വ കച്ചമുറിക്ക് കിട്ടാറിയോ? വർഗീസിന്റെ കാര്യം അറിയാവുന്നവരെല്ലാം ഇങ്ങനെ ചിരിക്കും. ഇങ്ങനെയുള്ള ഒരുത്തുണ്ടെങ്കിൽ പെണ്ണിനെ പിടിച്ചു കൊടുക്കാൻ മുതലാളിക്കേണ്ട ഭ്രാന്തുണ്ടോ? എന്റെ അമ്മച്ചി, വർഗീസിന് കളറി അറിയാമേലെന്നൊന്നും ഞാൻ പറയത്തില്ല. അറിയായിരിക്കും, പക്ഷെ അറിഞ്ഞിട്ട് എന്ത് പ്രയോജനം മുതലാളി? അതെടുത്ത് പ്രയോഗിക്കാനുള്ള ചങ്കൂറ്റവനില്ല. എത്ര ഒന്നാന്തര സന്ദർഭങ്ങളാ ഞാനും ഓമനെ കൂടെ അവനെ കൊണ്ടുവന്ന് കൊടുത്തത്. അതിലൊന്നും അവൻ ഇടപെടത്തില്ല. ഒടുവിൽ നിവർത്തിയേട് കൊണ്ട് ഞാനൊരു ജേകവനെ ഇറക്കി. ഇപ്പൊ തലേ തുണിയിട്ടോണ്ടാ ഞാനും എന്റെ കെട്ടിയോടും കൂടെ വയനാട്ട് ജീവിക്കുന്നത്. അതെ, അടി അറിയാവുന്നവര് കണ്ട ആപ്പയുടെ ഊപ്പയുടെയും കൂടെ അടിക്കാൻ ഇറങ്ങിയോണ്ട് പറ്റിയതാ. അതൊക്കെ സഹിച്ചോണ്ടാ മതി. ആ അതല്ലേ. നിന്നെയൊക്കെ ആണല്ലോ എന്റെ കർത്താവെ വർഗീസിന്റെ അളിയന്മാരായിട്ട് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. ഓ, ഇനി ഇപ്പൊ അത് ഇതും പറഞ്ഞ് ആരും ഇറങ്ങിയറാവണ്ട. നമുക്ക് ആനിക്കുട്ടിയും വർഗീസിന്റെ മനസ്സോധി നടത്തണം. നടത്തിക്കോ, പക്ഷെ ഞാനും ഓമനെ സഹകരിക്കില്ല കേട്ടോ. ആനിക്കുട്ടിയെ വേറെ ആണുങ്ങളെ കൊണ്ട് കെട്ടിക്കരുത്. ഇറങ്ങിപ്പോടാ എന്റെ വീട്ടിൽ. നീ ഇറങ്ങിക്കോ. നീയൊക്കെ ചെകുത്താന്റെ സന്തതികളാ. യവനൊക്കെ മറുതലിപ്പിട്ട് നേരത്തെ ഗുരുത്താന്മാരാ. ഏലിയാമ്മേ, ഇറങ്ങിപ്പോടാ എന്റെ വീട്ടിൽ നിന്ന്. ഓട്ടേലിയാമ്മേ, അവരെ അങ്ങനെ അങ്ങ് പറഞ്ഞു വിടുന്ന മര്യാദ. അവറാച്ച മുതലാളിനകത്ത് ഇടപെടരുത്. യവനെ ഒന്നും കണ്ടോണ്ടല്ല ഞാൻ വർഗീസിനെ പെറ്റത്. അവന് പെണ്ണ് കെട്ടാൻ ഇവന്റെ ഒന്നും അനുവാദം വേണ്ട, ഒരു പൂച്ചാണ്ടി വേണ്ട. ഇറങ്ങിപ്പോടാ എന്റെ വീട്ടിൽ നിന്ന്. അച്ഛാ വന്നേ. ഓ എന്നാ ഞാൻ അറിഞ്ഞില്ലെന്ന് വെച്ചോളാം. അങ്ങോട്ട് തിരിഞ്ഞ് ഞാൻ കുടിച്ചു. നിങ്ങൾക്ക് വിഷമം തോന്നരുത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്റെ അഭിപ്രായം അങ്ങ് പറയാം. ശുദ്ധ മണ്ടന്മാരാ നിങ്ങള്. വർഗീസിനെ പോലെ അളിയനെ കൈ കിട്ടിയിട്ട് നിങ്ങൾക്ക് അയാളെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാനുള്ള ബുദ്ധി ഉണ്ടായോ? ശകലോ എന്നാ ശകലോ? ആ ഇതായിരുന്നു ഞാൻ വിചാരിച്ചു. ആ ഒഴിച്ചു. ആഹാ, നല്ല സുഖം. ഈ രാജൻ പണിക്കരും നമ്മുടെ വർഗീസും തമ്മിലുള്ള ഇരിപ്പ് വശം എങ്ങനെയാ? അവര് കീരിയും പാമ്പ് പോലല്ലയോ? ആ അപ്പൊ അതാ മർമ്മം. നമ്മൾ അവിടെ തുടരണം. എങ്ങനെന്താ? എടോ, നിങ്ങളുടെ കൈ കീരിയും പാമ്പും ഇരിക്കല്ലയോ? വർഗീസും രാജൻ പണിക്കരും അവന്മാര് തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു അവസരം നമ്മൾ ഉണ്ടാക്കണം. അത് നടക്കില്ല മുതലാളി. അവർക്ക് പരസ്പരം അറിയാം. നമ്മൾ മനസ്സ് വെച്ചാ നടക്കും. നമ്മൾ നടത്തണം. ഐഡിയ എന്താന്ന് മുതലാളി പറഞ്ഞാട്ടെ. കളരിപ്പയറ്റിന്റെ കാര്യത്തിൽ വർഗീസിനെ നമ്മൾ നാറ്റിക്കണം. രാജൻ പണിക്കരുടെ മുമ്പിൽ അവനൊരു പുല്ലുവലം തെളിയിക്കണം. എന്ത് പറയുന്നു?
നിങ്ങളുടെ മനസ്സിലിരിപ്പോ അത് തന്നെ അല്ലയോ? അളിയൻ ധാരാളം നാറിയെ പറ്റൂ. രാജൻ പണിക്കർക്ക് കളരി മാത്രമല്ല കരാട്ടെ അറിയോ? അളിയനെ അയാള് പുല്ല് പോലെ നാട്ടിച്ചോളും. മരിക്കുന്നതിന് മുമ്പ് മുതലാളി എനിക്കതൊന്ന് കാണണം. എടോ അതിനൊക്കെ എളുപ്പ വഴിയുണ്ട്. എല്ലാ വഴിയാ? ഒരേ ഗുരുവിന്റെ 2 ശിഷ്യന്മാരല്ലയോ അവന്മാര്? അതെ. അവന്മാര് തമ്മിൽ ഒരു മത്സരം വെക്കണം, ഒരു മത്സര പയറ്റ്. അത് ടിക്കറ്റ് വെച്ച് നടത്തി അതിന്റെ കാശ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും, അളിയൻ നാറുകയും ചെയ്യും. ഓ എന്റെ മുതലാളി, ഈ അവസരത്തിലെങ്കിലും ഞാനൊരു ചേഴ്സ് അടിച്ചോട്ടെ. ഇടത്ത് ചവിട്ടി, ഇടത്തേതെടുത്ത് വലത്തേതെടുത്ത് വലത്ത് മാറി വീതി ചുരുക്കി അമർന്ന് വലത്തിടത്തോട്ട് ഇടത്ത് വലത്തോട്ട് വലത്ത് കൊണ്ട് വീതി ചുരുക്കി ചാടിക്കെട്ടി. ആ ദേ ഇടത്ത് വലത്തോട്ട് വലത്ത് ഇടത്തോട്ട് വലത് കൊണ്ട് വീതി ചുരുക്കി ചാടിക്കെട്ടി. വർഗീസ് വന്നോന്നറിഞ്ഞു. ഇവര് രണ്ടാളും എന്നെ അവിടെ ഇരുത്തണില്ല. എന്താ അങ്ങോട്ട് വരാഞ്ഞേ? വിവരം അറിയാത്തോണ്ട് ഇരിക്കപ്പുറതിയില്ല. വർഗീസ് അവനെ കണ്ടോ? അവൻ എന്താ വരാഞ്ഞത്? വർഗീസിന് എന്താ ഒരു വല്ലായ്മ? ഏയ് ഒന്നുമില്ല. അയാളിപ്പോ ആ രാജൻ പണിക്കരുടെ കൂടെ എന്തോ കരാട്ടെ പഠിക്കുകയാണ്. അത് നല്ലതാ, നല്ല കാര്യമാണ്. അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചില്ല. എന്തായാലും വർഗീസ് അവനെ കണ്ടുല്ലോ, അത് മതി. ഇനിയിപ്പോ കണ്ടില്ലെങ്കിലും ഞങ്ങൾക്ക് സമാധാനായി. അല്ല പിന്നെ സാറാമ്മ മടത്തി ചേരാൻ പോവാന്ന്. ഏത് സാറാമ്മ? ദേ നിക്കുന്നു നിങ്ങളുടെ പുന്നാര അനിയത്തി. നീ ഒന്ന് അടങ്ങടി. എടീ, ചെറിയ പള്ളിയിലെ പെരുന്നാൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ മറ്റതങ്ങ് നടത്തും. എന്നതാ? മതി മതി, ആവേശം കൂടി കയ്യിന്റെയും കാലിനും കുഴ തെറ്റരുത്. എടിയാ, മത്സരം കഴിയുമ്പോ 7 സാറാമ്മമാരെ കെട്ടിക്കാനുള്ള കാശ് ഈ പുത്തൂരാന്റെ കയ്യിലുണ്ടാവും. നീ കയറ് പൊട്ടിക്കാതെ. വേണ്ടി വന്നാൽ വർഗീസിന്റെ കല്യാണം നടത്തുന്ന കൂട്ടത്തിൽ നിന്റെയും നടത്തും. അതിനകം ഒരു ചേകവൻ എവിടെന്നെങ്കിലും തട്ടിക്കൂട്ടാം. അത് വേണ്ട ചെയ്യാ. എന്നതാടി? കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലിയുള്ള ജോർജ് ഊട്ടിയും സാറാമ്മയും തമ്മില് സന്തോഷമാ. സന്തോഷമാണെന്ന് പറഞ്ഞ് അവൻ ഓശാരത്തിലൊന്നും നിന്നെ കെട്ടണ്ട. അവൻ ചോദിക്കുന്ന പോക്കറ്റ് മണി ഞാൻ പുല്ലുപോലെ കൊടുത്തോളാം. മത്സരം ഒന്ന് കഴിഞ്ഞോട്ടെ. ഓ എനിക്ക് തോന്നുന്നില്ല. എന്നതാ? ഇത് ഞാൻ വേണേ എന്നെ തല്ലിക്കൊന്നോ, എന്നാലും ഞാൻ പറയും. എന്നതാടി? നിങ്ങളുടെ പിത്തലാട്ടത്തിനൊന്നും വർഗീസ് അച്ചായനെ കിട്ടുകയില്ല. നീ നിന്റെ കരുനാക്കരത്ത് വീശാതെ.